ഹായ് വ്യൂവേഴ്സ്, IT അരീക്കോട് ഫിറ്റർ ഫസ്റ്റ് ഇയർ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് റേഡിയസ് ഫില്ലറ്റ് ഗേജ്, ഫീലർ ഗേജ് ആൻഡ് ഹോൾ ഗേജ് എന്നീ ടോപ്പിക്കിനെ കുറിച്ചാണ്. എൻ്റെ പേര് രാധാകൃഷ്ണൻ, അരീക്കോട് ITയിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായി ഡിസ്കസ് ചെയ്യുന്നത് വിവിധതരം ഗേജസിനെ കുറിച്ചാണ്. ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് റേഡിയസ് ആൻഡ് ഫില്ലറ്റ് ഗേജ്. Components are machined to have curved formation on the edges or at the junction of two steps. സാധാരണ നമുക്ക് ഏത് വർക്കായാലും അതിൻ്റെ എഡ്ജസ് കർവായിട്ട് വരുന്ന സ്റ്റെപ്പുകളുണ്ടാവും, അതുപോലെ സെൻറ്ററിലുള്ള കർവേച്ചറൊക്കെ ഉണ്ടാവും. അക്കോർഡിംഗ്ലി ദേ ആർ കാൾഡ് റേഡിയസ് ആൻഡ് ഫില്ലറ്റ്സ്. ഇങ്ങനെയുള്ള കർവേച്ചറിനാണ് നമ്മൾ റേഡിയസ് ഫില്ലറ്റ്സ് ഒക്കെ വിളിക്കുന്നത്. ദ സൈസ് ഓഫ് ദി റേഡിയസ് ഈസ് നോർമലി പ്രൊവൈഡ് ഓൺ ദി ഡ്രോയിങ്. ഓരോ റേഡിയസിൻ്റെ സൈസും അതിൻ്റെ ഡ്രോയിങ് സാധാരണത്തിൽ കാണിച്ചിരിക്കും. The gauges used to check the radius formed on the edges of the diameters are fillet, and the gauges used to check the fillets is called fillet gauge. സാധാരണ രീതിയിൽ ഒരു റേഡിയസ് ഒക്കെ നമുക്ക് ഫോം ചെയ്യുമ്പോൾ അത് ചെക്ക് ചെയ്യാനുള്ള ഗേജസിനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. അതുപോലെ ചെറിയ കർവേച്ചറൊക്കെ ആണെങ്കിൽ നമ്മൾ ഫില്ലറ്റ് ഗേജസ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്നു. ദേ ആർ മെയ്ഡ് ഓഫ് ഹാർഡൻഡ് സ്റ്റീൽ മെറ്റൽ ടു പ്രിസൈഡ് റേഡിയസ്. ഓരോ കൃത്യമായ അളവിലുള്ള റേഡിയസിലുള്ള ഷീറ്റുകളായിട്ടാണ് റേഡിയസ് ആൻഡ് ഫില്ലറ്റ് ഗേജ് അവൈലബിൾ ആയിരിക്കുന്നത്. ദേ ആർ യൂസ്ഡ് ടു ചെക്ക് ദ റേഡിയസ് ബൈ കമ്പയറിങ് ദ റേഡിയസ് ഓഫ് ദി പാർട്ട് വിത്ത് റേഡിയസ് ഓഫ് ഗേജസ്. അല്ലെങ്കിൽ ഒരു ഗേജസ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അത് വർക്കിനെ വെച്ച് നോക്കിയിട്ട് മറ്റൊരു കമ്പയർ ചെയ്തിട്ടുള്ള ചെക്കിംഗ് ആണ് ചെയ്യുന്നത്. റേഡിയസ് ആൻഡ് ഫില്ലറ്റ് ഗേജിൻ്റെ ചിത്രം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ വലതുവശത്ത് കാണിച്ചിരിക്കുന്നത് എക്സ്റ്റേണൽ റേഡിയസും ഇടതുവശത്ത് കാണിച്ചിരിക്കുന്നത് ഇൻറ്റേർണൽ റേഡിയസും ചെക്ക് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഷോസ് ദി ആപ്ലിക്കേഷൻ ഓഫ് റേഡിയോ ഗേജ് ടു ചെക്ക് ദി റേഡിയസ് ഫോംഡ് എക്സ്റ്റേണലി. പുറത്തുള്ള ഔട്ടർ റേഡിയസ് ഓഫ് ഫില്ലറ്റ് ഗേജ് ചെക്ക് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ചിത്രം കാണാൻ പറ്റും. ഷോസ് ദി ആപ്ലിക്കേഷൻ ഓഫ് ഫില്ലറ്റ് ഗേജ് ചെക്ക് ഫില്ലറ്റ് ഫോംഡ് ഓൺ ദ ടേൺ കോമ്പണൻറ്റ്. ചെറിയ കർവേച്ചറുള്ള ഫില്ലറ്റുകൾ ചെക്ക് ചെയ്യാനുള്ളതും ചിത്രം നോക്കിയാൽ കാണാൻ പറ്റും. ചെക്കിങ് ദി കോർണർ ഓഫ് റേഡിയസ് ഓഫ് എ പാർട്ട് ബീയിങ് ഫയലിൻ ഷേപ്പ്. ഒരു ചെറിയ കോർണറൊക്കെ നമുക്ക് ഫയലിൻ ഷേപ്പ് ആക്കിയ ശേഷം ആ ഫയൽ കർവേച്ചറിലാണോ ചെയ്തത് എന്ന് ചെക്ക് ചെയ്യാനൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. ചെക്കിങ് ദ റേഡിയസ് ഫോംഡ് ബൈ എ മില്ലിംഗ് കട്ടർ. ഒരു മില്ലിംഗ് കട്ടർ ഫിറ്റ് ചെയ്യുമ്പോൾ അതിനുള്ള കർവേച്ചറൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. The radius and fillet gauges are available in sets of several blades which holds into a holder when not in use. റേഡിയസ് ആൻഡ് ഫില്ലറ്റ് ഗേജിന് പലതരം സെറ്റുകൾ അവൈലബിൾ ആണ്. അതൊരു ഹോൾഡറിൽ ഫിക്സ് ചെയ്തുള്ള മോഡലാണ് വരുന്നത്. സം സെറ്റ്സ് ഹാവ് പ്രൊവിഷൻസ് ടു ചെക്ക് ദി റേഡിയസ് ആൻഡ് ഫില്ലറ്റ് ഓഫ് ഈച്ച് ബ്ലേഡ്. ചില സെറ്റുകൾ ഓരോ റേഡിയസ് ഫില്ലറ്റ് ചെക്ക് ചെയ്യാനുള്ള ഗ്രൂപ്പായിട്ട് വരുന്നുണ്ട്. ആൻഡ് സം സെറ്റ്സ് ഹാവ് സെപ്പറേറ്റ് സെറ്റ്സ് ഫോർ ബ്ലേഡ്സ് ടു ചെക്ക് റേഡിയസ് ആൻഡ് ഫില്ലറ്റ്. ഓരോ റേഡിയസ് ചെക്ക് ചെയ്യാനും പ്രത്യേക, ഇപ്പോൾ വലതുഭാഗത്ത് കാണിച്ചിരിക്കുന്നത് എക്സ്റ്റേണൽ റേഡിയസ് ചെക്ക് ചെയ്യാനും ഇടതുവശത്ത് കാണിച്ചിരിക്കുന്നത് ഇൻറ്റേർണൽ റേഡിയസ് ചെക്ക് ചെയ്യാനും ആണ് കാണിച്ചിരിക്കുന്നത്. ഈച്ച് ബ്ലേഡ് ക്യാൻ ബി സ്വം ഔട്ട് ഓഫ് ദി ഹോൾഡർ സെപ്പറേറ്റ്ലി ആൻഡ് ഹാസ് ഇറ്റ്സ് സൈസ് എൻഗ്രേവ്ഡ് ഇറ്റ്. ഇതിൽ ഒരു ഹോൾഡറിൽ കുറേ ബ്ലേഡ് ഉണ്ടാവും. ഓരോ ബ്ലേഡ് പുറത്തേക്ക് എടുക്കുമ്പോൾ അതിലൊക്കെ കറക്റ്റായിട്ടുള്ള സൈസ് അതിന് മുകളിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഫില്ലറ്റ് ഗേജസ് ആർ അവൈലബിൾ സെറ്റ് ഓഫ് ചെക്ക് റേഡിയസ് ആൻഡ് ഫില്ലറ്റ് ഫ്രം. റേഡിയസ് ആൻഡ് ഫില്ലറ്റ് ഗേജുകൾ ഓരോ സെറ്റായിട്ട് അവൈലബിൾ ആണ്. ഏതൊക്കെ സെറ്റാണെന്ന് നോക്കാം. 1 to 7 സ്റ്റെപ്പ് ഓഫ് 0.5 mm. 1 to 7 ഒരു സ്റ്റെപ്പിൽ വരുന്നുണ്ട്. അതുപോലെ 7.5 to 15 mm സ്റ്റെപ്പ് ഓഫ് 0.5 mm. അരമോ ഗ്യാപ്പിൽ, ഇതിനർത്ഥം 7.5 കഴിഞ്ഞാൽ പിന്നെ 8, 8.5, 9 ഇങ്ങനെയുള്ള സ്റ്റെപ്പായിട്ട് വരുന്നുണ്ട്. അടുത്തത് 15.5 to 25 സ്റ്റെപ്പ് ഓഫ് 0.5. 15 മുതൽ 25 മുതൽ സ്റ്റെപ്പ് 0.5 mm ആണ്. ഇങ്ങനെ പലതരത്തിലുള്ള സെറ്റായിട്ടാണ് ഇത് വരുന്നത്. ഇൻഡിവിജ്വൽ ഗേജസ് ആർ ആൾസോ അവൈലബിൾ. ഓരോ പീസായിട്ടുള്ളതും അവൈലബിൾ ആണ്. ദേ ആർ യൂഷ്വലി ഹാവ് ഇൻറ്റേർണൽ എക്സ്റ്റേണൽ റേഡിയസ്. ഈച്ച് ഗേജ് ആർ മെയ്ഡ് ഇൻ സൈസസ് ഓഫ് 1 to 100 mm സ്റ്റെപ്സ് ഓഫ് 1 mm. അതിൽ ഇൻറ്റേർണൽ എക്സ്റ്റേണൽ റേഡിയസ് ഉള്ള സെറ്റായിട്ടും ഇത് വരുന്നുണ്ട്. ഇൻഡിവിജ്വൽ ഗേജസ് ആർ ആൾസോ അവൈലബിൾ. ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽ ഗേജസ് അവൈലബിൾ ആണ്.
They are usually have internal external gauge made of size of 1 to 100 step of 1 ohm. 1 ohമിൻ്റെ സെറ്റായിട്ടാണ് ഇത് കൂടുതൽ വരുന്നത്. ബിഫോർ യൂസിങ്, ഇനി അടുത്തത് കെയർ ആൻഡ് മെയിൻ്റനൻസ്. ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ബിഫോർ യൂസിങ് ദ റേഡിയസ് ഗേജ്, ചെക്ക് ദാറ്റ് ഇറ്റ് ക്ലീൻ ആൻഡ് അൺഡാമേജ്. ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഈ റേഡിയസ് ഗേജിന് കുഴപ്പങ്ങളൊന്നുമില്ല, ഒന്ന് വൃത്തിയാക്കിയിട്ട് മാത്രം ഉപയോഗിക്കുക. റിമൂവ് ദി ബർസ് ഫ്രം ദ വർക്ക് പീസിൻ്റെ അടുത്ത് നിന്ന് ബർസൊക്കെ ഒഴിവാക്കിയിട്ട് മാത്രം ചെക്ക് ചെയ്യാം. സെലക്ട് ദി ലീഫ് ഓഫ് ഗേജ് ഫ്രം ദ സെറ്റ് കറസ്പോണ്ടിങ് ടു ദി റേഡിയസ് ടു ബി ചെക്ക്ഡ്. ഏത് റേഡിയസ് ആണോ ചെക്ക് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയസിൽ അത് ഉപയോഗിക്കുക. ഫിഗർ ഷോസ് ദാറ്റ് ദ റേഡിയസ് ഓഫ് ദി ഫില്ലർ ഗേജസ് ആർ എക്സ്റ്റേണൽ റേഡിയസ് സ്മാളർ ഗേജസ്. ആ ഗേജിന് കണക്കായുള്ളത് മാത്രം ഉപയോഗിക്കുക. ട്രൈ ടു സ്മാളർ ഗേജ് ടു ഡിറ്റർമിൻ റേഡിയസ് ഡയമെൻഷൻ. ചെറിയ ഗേജാണെങ്കിൽ ചെറുതന്നെ മാത്രം ഉപയോഗിക്കുക. ഫയൽ ദി മെഷീൻ ദ വർക്ക് പീസ് ഇഫ് ഇറ്റ് ഹാവ് ടു ബി റേഡിയസ് ഓഫ് ദ ഗേജ്. ആ റേഡിയസിന് കണക്കായിട്ട് നമ്മൾ ഫയൽ ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഫിഗർ ഷോസ് ദാറ്റ് ദി റേഡിയസ് ഓഫ് ഫില്ലർ ഗേജ് എക്സ്റ്റേണൽ റേഡിയസ് ലാർജർ ദാൻ ദി ഗേജ്. അത് നമുക്ക് ഓരോ ഗേജ് ചിത്രത്തിൽ കാണാൻ പറ്റും. അങ്ങനെ ഓരോ ഗേജും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ട്രൈ ടു ലാർജർ ഗേജ് ഇഫ് യു നീഡ് ഫൈൻഡ് റേഡിയസ്. അതിൽ റെഡി അല്ലെങ്കിൽ നമുക്ക് വീണ്ടും വലുതെടുത്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ചിത്രം ശ്രദ്ധിക്കുക. ഫിഗർ ഷോസ് ദാറ്റ് ദ വർക്ക് പീസ് ഹാവിങ് സെയിം റേഡിയസ് ദാറ്റ് ഹാവ് ഗേജ് ബീൻ യൂസ് ചെക്കിങ്. നമുക്ക് ആ കറക്റ്റ് അളവെടുത്ത് ചെക്ക് ചെയ്യുന്നതിനെ കുറിച്ചാണ് ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഫീലർ ഗേജ്. നമ്മൾ പറഞ്ഞു വന്നത് റേഡിയസ് ഓഫ് ഫില്ലർ ഗേജ് ആണ്. എക്സ്റ്റേണൽ റേഡിയസും ഇൻറ്റേർണൽ റേഡിയസും അളക്കാനുള്ളത്. അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഫീലർ ഗേജിനെ കുറിച്ചാണ്. എ ഫീലർ ഗേജ് കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് ഹാർഡൻഡ് ആൻഡ് ടെമ്പേർഡ് സ്റ്റീൽ ബ്ലേഡ്സ് ഓഫ് വേരിയസ് തിക്നെസ്സസ് മൗണ്ടഡ് ഓൺ എ സ്റ്റീൽ കേസ്. ഒരു സ്റ്റീൽ കേസിന് മുകളിൽ ധാരാളം ബ്ലേഡായിട്ടാണ് സാധാരണ ഫീലർ ഗേജിൽ വരാറ്. കുറേ ബ്ലേഡുകളായിട്ടാണ് വരുന്നത്. ദ തിക്നെസ് ഓഫ് ദി ഇൻഡിവിജ്വൽ ലീവ്സ് ഇറ്റ് മാർക്ക് ഓൺ ഇറ്റ്. ഓരോന്നിൻ്റെ മുകളിൽ അതിൻ്റെ സൈസ്, അതിൻ്റെ കനം എത്രയാണെന്നുള്ളത് മാർക്ക് ചെയ്തിരിക്കും. ഫീലർ ഗേജ് എന്ന് പറഞ്ഞാൽ കുറേ ബ്ലേഡുകളാണ്. ഓരോ ബ്ലേഡിനും ഓരോ തിക്നെസ് ആയിരിക്കും. അപ്പോൾ അത് തിക്നെസ് അളക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചെറിയ ഗ്യാപ്പ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഫീലർ ഗേജ്. ഫീലർ ഗേജ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ദി ഗ്യാപ്പ് ബിറ്റ്വീൻ ദ മേറ്റിംഗ് പാർട്സ്. രണ്ട് പാർട്സിൻ്റെ ഇടയിൽ വരുന്ന ചെറിയ ഗ്യാപ്പുകൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ആ ചിത്രം ശ്രദ്ധിക്കുക. ടു ചെക്ക് സെറ്റ് സ്പാർക്ക് പ്ലഗ് ഗ്യാപ്പ്. നമുക്ക് ബൈക്കിലൊക്കെ ഉപയോഗിക്കുന്ന സ്പാർക്ക് പ്ലഗിൻ്റെ ഗ്യാപ്പ്, നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പിലൂടെയാണ് നമ്മൾ സ്പാർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പ് കറക്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫീലർ ഗേജ് ഉപയോഗിക്കാം. ടു സെറ്റ് ദ ക്ലിയറൻസ് ബിറ്റ്വീൻ ദ ഫിക്സർ സെറ്റിംഗ് ബ്ലോക്ക് ആൻഡ് ദി കട്ടർ ടൂൾ മെഷീനിങ് ദ ജോബ്സ്. ഒരു ഫിക്സറിൻ്റെ അല്ല സെറ്റിംഗ് ബ്ലോക്കിൻ്റെ ഒക്കെ കട്ടറിൻ്റെ തമ്മിലുള്ള ഗ്യാപ്പൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ടു ചെക്ക് ദി മെഷർ ദി ബെയറിംഗ് ക്ലിയറൻസ്, ബെയറിങ്ങിൻ്റെ ഇടയിലെ ക്ലിയറൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ആൻഡ് ഫോർ മെനി അതർ പർപ്പസസ് വേർ എ സ്പെസിഫൈഡ് ക്ലിയറൻസ് മെഷർ ബി ചെക്ക് ചെയ്യുക. അതുപോലെ പല ആവശ്യങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. BIS സെറ്റ്, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സെറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ദ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷസ് സെറ്റ് ഓഫ് ഫീലർ ഗേജസ് നമ്പേഴ്സ് 1, 2, 3 and 4. പല സെറ്റായിട്ടാണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് BIS സെറ്റ് വരുന്നത്. അത് 1, 2, 3, 4 സെറ്റ് വരുന്നുണ്ട്. ഡിഫർ ഫ്രം നമ്പർ ഓഫ് ബ്ലേഡ്സ് ഈച്ച് ബൈ റേഞ്ച് ഓഫ് തിക്നെസ്. ഓരോന്നിനും അതിൻ്റെ തിക്നെസ് മാറ്റുണ്ടാവും. ഈസ് 0.03 mm to 1 mm സ്റ്റെപ്പ് ഓഫ് 0.01 mm. 0.03 മുതൽ 1 mm വരെ സെറ്റ് ഉണ്ട്. അതിൽ 0.01 ആണ് അതിൻ്റെ സ്റ്റെപ്പ്. ദ ലെങ്ത് ഓഫ് ബ്ലേഡ് യൂഷ്വലി 100 mm. ഏതിലാണെങ്കിലും നീളം, ബ്ലേഡിൻ്റെ നീളം 100 mm ആണ് സാധാരണ വരാറ്. എക്സാമ്പിൾ, സെറ്റ് ഓഫ് 4 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റ് ഓഫ് 13 ബ്ലേഡ്സ് ഓഫ് ഡിഫറെൻറ്റ് തിക്നെസ്. സെറ്റ് 4 എന്ന് പറഞ്ഞാൽ 13 ബ്ലേഡ്സ് ആണ് വരുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. 0.03, 0.04, 0.05, 0.06, 0.07 ഈ രൂപത്തിൽ നമ്മൾ 0.5 വരെ വരുന്നു. ചിത്രത്തിൽ ശ്രദ്ധിക്കുക. ഓരോന്നും ഒരളവ് ഇതിൽ കാണിച്ചിട്ടുണ്ട്. അടുത്ത് പറഞ്ഞത് ദ സൈസ് ഓഫ് ഫീലർ ഗേജസ് in a set are carefully chosen in order to that maximum number of dimensions can be formed for building up of minimum number of leaves. അപ്പോൾ അത് ഫീലർ ഗേജ് ഉപയോഗിക്കുന്നത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് മാത്രം ഉപയോഗിക്കണം. ആ അളവ് കറക്റ്റായിട്ടുള്ള അളവിന് മാത്രമായിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ദ ഡയമെൻഷൻ ബീയിങ് ടെസ്റ്റഡ് ഈസ് ജഡ്ജഡ് ടു ബി ഈക്വൽ ടു ദി തിക്നെസ് ഓഫ് ദി ലീവ്സ് യൂസ്ഡ്.
വെൻ എ സ്ലൈറ്റ് പുൾ ഈസ് ഫെൽറ്റ് വിഡ്രോയിങ് ദം. നമുക്ക് ഇത് ഒരു ഗ്യാപ്പിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് പല ബ്ലേഡ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ പല ഫീലിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഒരു അധികം ടൈറ്റ് അല്ലാതെ അധികം ലൂസ് അല്ലാതെ കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് വിഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് ഫീല് കിട്ടും. ആ ഫീല് കറക്റ്റ് കിട്ടുന്ന ഗേജ് മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. അക്യുറസി ഇൻ യൂസിങ് ദീസ് ഗേജ് റിക്വയർസ് ഗ്രേറ്റ് സെൻസ് ഓഫ് ഫീൽ. ഇതിൻ്റെ അക്യുറസി, കൃത്യത എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫീലിൻ്റെ ഇതുപോലെ ആണ് നിൽക്കുന്നത്. അടുത്തായിട്ട് പറയാൻ പോകുന്നത് ടെലിസ്കോപ്പിക് ഗേജ് ആണ്. ടെലിസ്കോപ്പിക് ഗേജ്. Telescopic gauges are popular for fine work as they are rigid and better fit. നമുക്ക് സാധാരണ രീതിയിൽ ടെലിസ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫൈൻ വർക്കിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. സാധാരണ രീതിയിൽ ഒരു ഹോളിൻ്റെ അല്ലെങ്കിൽ സിലിണ്ടറിൻ്റെ ഇൻസൈഡ് ഡയമെൻഷനൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ സൈസ് ഓഫ് ഹോൾസ്, സ്ലോട്ട്സ് ആൻഡ് റീസസസ്. ചെറിയ ഹോള് അല്ലെങ്കിൽ അതിൻ്റെ സ്ലോട്ടിൻ്റെ ഒക്കെ അളവെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ടെലിസ്കോപ്പിക് ഗേജ്. ഒരു ടെലിസ്കോപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് അളവെടുക്കുക എന്നുള്ളത് ചിത്രത്തിൽ ശ്രദ്ധിക്കുക. അതേപോലെ നമ്മൾ ടെലിസ്കോപ്പിക് ഗേജ് ഉപയോഗിച്ച് ഒരിക്കലും ഡയറക്റ്റ് റീഡിങ് ഇൻസ്ട്രുമെൻ്റ് അല്ല. അത് ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ അളവെടുത്തതിന് ശേഷം ആ അളവ് ഒരു മൈക്രോമീറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എന്നിട്ട് മൈക്രോമീറ്റർ റീഡിങ് നോക്കിയിട്ടാണ് അതിൻ്റെ കറക്റ്റ് അളവ് കണ്ടുപിടിക്കുന്നത്. ഒരിക്കലും ഈ ടെലിസ്കോപ്പിക് ഗേജിൻ്റെ മുകളിൽ റീഡിംഗ് ഒന്നും കാണുന്നതല്ല. കൺസ്ട്രക്ഷൻ. ടെലിസ്കോപ്പിക് ഗേജസ് ആർ T-shaped. ഇതിന് T-ഷേപ്പിലാണ് ഇത് അവൈലബിൾ വരുന്നത്. ദേ കൺസിസ്റ്റ് ഓഫ് പെയർ ഓഫ് ടെലിസ്കോപ്പിക് ലെഗ്സ്, പ്ലഞ്ചേഴ്സ് കണക്റ്റഡ് ടു എ ഹാൻഡിൽ. ഒരു ഹാൻഡിലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന രണ്ട് പ്ലഞ്ചേഴ്സ് രണ്ട് ഭാഗത്തും അടിയിൽ കാണാൻ പറ്റും. രണ്ട് ഭാഗത്ത് രണ്ട് പ്ലഞ്ചേഴ്സാണ്. ഹാൻഡിൽ തിരിക്കുമാണ് ഇത് ക്ലോസ് ആവുന്നത്, ലോക്ക് ആവുന്നത്. ദ പ്ലഞ്ചേഴ്സ് ആർ സ്പ്രിംഗ് ലോഡഡ് ടു ഫോഴ്സ് ദം അപ്പാർട്ട്. രണ്ട് ഒരു സ്പ്രിംഗ് ലോഡർ ആയിട്ടുള്ള പ്ലഞ്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അത് ഫ്രീ ആയി കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തേക്ക് തള്ളി നിൽക്കും. ആഫ്റ്റർ ഇൻസേർട്ടിങ് ദ ഗേജ് ഇൻ എ ഹോൾ ഓർ സ്ലോട്ട്, ഇറ്റ് ക്യാൻ ബി ലോക്ക്ഡ് ഇൻ പൊസിഷൻ ബൈ ടേണിങ് ദ നേൾഡ് ഹാൻഡ്. അപ്പോൾ ഒരു ഗേജിലേക്ക് ഒരു ഹോളിലേക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം അത് ലൂസാക്കി കഴിഞ്ഞാൽ അത് രണ്ട് വാളിലേക്ക് വന്ന് ഇടിച്ചു നിൽക്കുന്നു. ഇറ്റ് മേ ദെൻ വിഡ്രോൺ ഫ്രം ദ ഹോൾ മെഷേർഡ് വിത്ത് മൈക്രോമീറ്റർ. അപ്പോൾ അത് കറക്റ്റ് എടുത്തതിന് ശേഷം അതൊന്ന് ഹോളിൽ നിന്ന് അതിൻ്റെ ഹാൻഡിൽ തിരിച്ചു കഴിഞ്ഞ് ലോക്കാക്കുകയും അതിന് ശേഷം അത് ഒരു മൈക്രോമീറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിൻ്റെ അളവെടുക്കുകയും ചെയ്യുന്നു. അതിൻ്റെ പാർട്സ് ശ്രദ്ധിക്കുക, എന്തൊക്കെയാണ് പാർട്സ് എന്ന്. ഹാൻഡിൽ, പ്ലഞ്ചർ ബ്ലോക്ക്, ഫിക്സഡ് ലെഗ്, മെഷറിംഗ് ഫേസ്, ടെലിസ്കോപ്പിക് ലെഗ് പ്ലഞ്ചർ, മെഷറിംഗ് ഫേസ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഒരു ടെലിസ്കോപ്പിക് ഗേജിൻ്റെ ഭാഗങ്ങൾ. ടെലിസ്കോപ്പിക് ഗേജ് ആർ അവൈലബിൾ ഇൻ സെറ്റ് ഓഫ് 6 നമ്പേഴ്സ്. പ്രധാനമായിട്ട് 6 സെറ്റാണ് വരുന്നത്. മെഷർ ഹോൾസ് ഫ്രം 8 mm to 150 mm. 8 mm മുതൽ 150 mm വരെ അളക്കാൻ വേണ്ടി 6 സെറ്റാണ് വരുന്നത്. ഓരോ സെറ്റിൻ്റെ അളവ് ശ്രദ്ധിക്കുക. നമ്പർ 1 8 to 12.7 mm ആണ്. അപ്പോൾ അതിൽ ഏറ്റവും മിനിമം 8 mm ആയിരിക്കും. ഏറ്റവും വലിയ അളവ് 12.7 ആയിരിക്കും. അതുപോലെ നമ്പർ 6 എന്നുള്ള അളവ് 90 to 150. ഏറ്റവും മിനിമം 90 mm ആയിരിക്കും. എന്നാൽ മാക്സിമം 150 mm വരെയുള്ള അളവ് ഇത് വെച്ചിട്ട് നമുക്ക് അളക്കാൻ പറ്റും. ഓക്കെ, അടുത്തായിട്ട് പറയാൻ പോകുന്നത് സ്മാൾ ഹോൾ ഗേജസ് ആണ്. നമുക്കറിയാം ടെലിസ്കോപ്പിക് ഗേജ് വലിയ ഹോൾസൊക്കെ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ്. എന്നാൽ സ്മാൾ ഹോൾസ് ഗേജസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് സൂചിപ്പിക്കുമ്പോൾ തന്നെ വളരെ ചെറിയ ഹോൾസ് അളക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. ടെലിസ്കോപ്പിക് ഗേജസ് ആർ നോട്ട് സ്യൂട്ടബിൾ ഫോർ മെഷറിംഗ് ഹോൾസ് ബിലോ 9 mm. സാറിന് ഈ ടെലിസ്കോപ്പിക് ഗേജ് 9 mm താഴെയുള്ള അളവുകൾ ഉപയോഗിക്കാൻ കഴിയാറില്ല ഇത് ഉപയോഗിച്ചിട്ട്. ഫോർ മെഷറിംഗ് സ്മാളർ ഹോൾസ് ആൻഡ് സ്ലോട്ട്സ് സ്മാൾ ഹോൾ ഗേജസ് ആർ യൂസ്ഡ്. ചെറിയ ഹോൾസിൻ്റെയും സ്ലോട്ട്സിൻ്റെയൊക്കെ അളവെടുക്കാൻ വേണ്ടിയിട്ട് സ്മാൾ ഹോൾ ഗേജസ് ആണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൺസ്ട്രക്ഷൻ ശ്രദ്ധിക്കുക. എ സ്മാൾ ഹോൾ ഗേജ് കൺസിസ്റ്റ് ഓഫ് എ ട്യൂബ് ഹാവിംഗ് ഹോൾസ് ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ്സ് വൺ എൻഡ് ആൻഡ് ഹാർഡൻഡ് ബാൾസ് ആർ ഫിക്സഡ്. അപ്പോൾ ഇത് ചിത്രം ശ്രദ്ധിക്കുക. അത് ട്യൂബ് പോലുള്ള ഭാഗം അതിനുണ്ടായിരിക്കും. ആ ട്യൂബിൻ്റെ അറ്റത്ത് ഹാർഡൻഡ് ആയിട്ടുള്ള ബോൾസ് ഫിറ്റ് ചെയ്യുന്നത്. ആ ബോൾസ് ഉള്ളിലേക്കും പുറത്തേക്കും തള്ളിയിട്ടാണ് ഇതിൻ്റെ അളവ് മാറുന്നത്. ദി അതർ എൻഡ് ഓഫ് ദി ട്യൂബ് ഹാസ് എ എക്സ്റ്റേണൽ ത്രെഡ്. അതിൻ്റെ ട്യൂബിനുള്ളിൽ പുറത്തുള്ള ത്രെഡാണ് ഉണ്ടായിരിക്കുക. എക്സ്റ്റേണൽ ത്രെഡാണ് ഉണ്ടാവല്. എ പ്ലഞ്ചർ വിത്ത് ടാപ്പേഡ് എൻഡ് ആൻഡ് സ്പ്രിംഗ് ലോഡഡ് ഈസ് ഇൻസേർട്ടഡ് ടു ദി ട്യൂബ് ടൈറ്റൻഡ് ആൻഡ് സ്ക്രൂ തിമ്പിൾ. അതിൻ്റെ തിമ്പിൾ ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ളിൽ കൂടെ ട്യൂബിനുള്ളിൽ കൂടെ ഒരു ടാപ്പേഡ് എൻഡ് കടത്തി വിട്ടിട്ടുണ്ടാവും. അറ്റ് ദി എൻഡ് ഓഫ് ദ തിമ്പിൾ നേൾഡ് ഹാൻഡിൽ ഈസ് ഫിറ്റഡ്. ആ തിമ്പിളിൻ്റെ അറ്റത്ത്
ഒരു നേൾഡ് ഹാൻഡിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കൈകൊണ്ട് പിടിക്കാൻ എളുപ്പത്തിലുള്ള ഒരു ഹാൻഡിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. വൈൽ റൊട്ടേറ്റിംഗ് ദ നേൾഡ് ഹാൻഡിൽ ഇൻ എ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ദ പ്ലഞ്ചർ മൂവ്സ് ഫോർവേഡ് ആൻഡ് അപ്പ് ദ പുഷസ് ദ ബോൾസ് കണക്ട് സർഫസ്. അപ്പോൾ ഇതിൽ മുകളിൽ തിമ്പിൾ എന്നുള്ള പാട്ട് തിരിക്കുമ്പോൾ അതിനോട് ചേർന്നിരിക്കുന്ന ഒരു ടാപ്പേർഡ് റോഡ് ഈ ബോളിനെ പുറത്തേക്ക് തള്ളുകയാണ് ഇതിൽ ചെയ്യുന്നത്. എ സ്മാൾ ഹോൾ ഗേജ് ആൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു ഇൻഡയറക്റ്റ് മെഷർമെൻറ്റ്. ഇതൊരു ഇൻഡയറക്റ്റ് മെഷർമെൻറ്റ് ഉപകരണമാണ്. ഡയറക്റ്റായിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് അളവ് കണ്ടുപിടിക്കാൻ പറ്റില്ല. വൈൽ എ മൈക്രോമീറ്റർ യൂഷ്വലി യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ സൈസ് ഡയറക്റ്റ്ലി. ഒരു മൈക്രോമീറ്ററാണ് ഇതിൻ്റെ സൈസ് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. സ്മാൾ ഹോൾ ഗേജസ് ആർ അവൈലബിൾ ഇൻ എ സെറ്റ് ഓഫ് 4 numbers ടു മെഷർ ദ ഹോൾസ് ഫ്രം 3 mm to 13 mm. ഇത് 3 mm 13 mm വരെയുള്ള 4 സെറ്റാണ് ഇതിൽ കൂടുതൽ വരുന്നത്. നമ്പർ 1 എന്ന് പറഞ്ഞാൽ 3 mm to 5 mm ആണ് വരുന്നത്. നമ്പർ 2 എന്ന് പറഞ്ഞാൽ 5 mm to 7.5 mm. നമ്പർ 3 എന്ന് പറഞ്ഞാൽ 7.5 mm to 10 mm. നമ്പർ 4 10 mm to 13 mm. ഇങ്ങനെ 4 സൈസിലാണ് ഇത് വരുന്നത്. കേറാമൈനസ് ശ്രദ്ധിക്കുക. ഓരോ നമ്മൾ ഇതുവരെ പഠിച്ച ഗേജസിൻ്റെ കേറാമൈനസ് ആണ് പറയുന്നത്. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ യൂസ് ക്ലോസ് ഫണ്ട് ഫീലർ ഗേജ്. ഫീലർ ഗേജ് ബ്ലേഡ്സൊക്കെ ആണെങ്കിൽ ആവശ്യം കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അതിൻ്റെ കേജിലേക്ക് അമർത്തി വയ്ക്കുക. ദിസ് ഷുഡ് ബി ഡൺ ബൈ ഗ്രൂപ്പിംഗ് സ്മാളർ ബ്ലേഡ്സ് അഗേൻസ്റ്റ് കോൺസിക്യൂട്ടീവ്ലി ലാർജർ സൈസ് സപ്പോർട്ട്. ചെറിയ ബ്ലേഡ് ഇൻസെർട്ടിന് ശേഷം സ്മാളർ ബ്ലേഡും ലാർജർ ബ്ലേഡ് കറക്റ്റ് അളവിൽ മാത്രം അത് കൂട്ടി യോജിപ്പിക്കണം. ദിസ് വിൽ പ്രിവെൻറ്റ് ദ തിന്നർ ബ്ലേഡ് ബെൻഡിങ് വൈൽ ക്ലോസ് ദി സർഫസ്. അത് ഇങ്ങനെ അമർത്തുമ്പോൾ നമ്മൾ വളരെ കനം കുറഞ്ഞ ബ്ലേഡുകൾ ബെൻഡാവാതെ ശ്രദ്ധിക്കണം. ഫീലർ ഗേജ് ഷുഡ് ബി ക്ലീൻഡ് വിത്ത് ആൻ ഓയിലി ക്ലോത്ത് ബിഫോർ സ്റ്റോറേജ് പ്രിവെൻറ്റ് റസ്റ്റ്. തുരുമ്പ് പിടിക്കുക ഒഴിവാക്കാനായിട്ട് ചെറിയൊരു ഓയിലി ക്ലോത്ത് കൊണ്ട് തുടയ്ക്കണം. ഇനി റേഡിയസ് ഹോൾ ഗേജസ്. സം ടൈപ്സ് ഓഫ് സ്മാൾ ഹോൾ ഗേജസ് ഹാവ് ഫ്ലാറ്റൻഡ് ബാൾ ആൻഡ് പെർമിറ്റ് യൂസ് ഓഫ് ഷാലോ ഹോൾസ് റിസസ് വെക്കുക. ഇതിലുപയോഗിക്കുന്ന ഈ സ്മാൾ ഹോൾ ഗേജ് ഉപയോഗിക്കുന്ന ബോൾസിൻ്റെ കാര്യത്തിലൊക്കെ ശരിയായി ശ്രദ്ധിച്ചിരിക്കണം. ഒബ്സർവ് ദ ഫോളോയിങ് പ്രാക്ടീസ് കെയർ ആൻഡ് മെയിൻ്റനൻസ് സ്മാൾ ഹോൾ ഗേജസ്. സ്മാൾ ഹോൾ ഗേജസ് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ താഴെ കൊടുക്കുന്നു. കോട്ട് മെറ്റൽ പാർട്ട് സ്മാൾ ഹോൾ ഗേജസ് ലൈറ്റ് ഫിലിം ഓയിൽ പ്രിവെൻറ്റ് റസ്റ്റ്. തുരുമ്പിടിക്കാനായിട്ട് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. സം ഗേജസ് ആർ സെപ്പറേറ്റ് കണ്ടെയ്നേഴ്സ്. ആ ഗേജസ് പ്രത്യേക കണ്ടെയ്നേഴ്സിൽ സൂക്ഷിക്കേണ്ടതാണ്. കീപ്പ് ഗ്രാജുവേഷൻസ് ആർ മാർക്കിങ്സ് ക്ലീൻ ലെജിബിൾ. ആ ഗ്രാജുവേഷൻ മാർക്കിങ്ങൊക്കെ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിക്കുക. ഡു നോട്ട് ഡ്രോപ്പ് സ്മാൾ ഹോൾ ഗേജസ്. സ്മാൾ നിക്സ് ആൻഡ് സ്ക്രാച്ചസ് റിസൾട്ട് ഇൻകറക്റ്റ് മെഷർമെൻറ്റ്. ഇത് താഴെ വീഴുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ നിലത്ത് വീഴാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ചെറിയ വീഴ്ച വരെ ഇതിൻ്റെ അക്യുറസി പോകാൻ കാരണമാകും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് റേഡിയസ് ആൻഡ് ഫില്ലറ്റ് ഗേജ്, ടെലിസ്കോപ്പ് ഗേജ്, സ്മാൾ ഹോൾ ഗേജ്, ഫീലർ ഗേജ് എന്നിവയെക്കുറിച്ചാണ്. ക്ലാസ്സിലേക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.